വൃശ്ചികം രാശിയിൽ ജനിച്ചവരെ ഇന്ന് ഒരു നിമിഷം നിൽക്കൂ. നിങ്ങൾ ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുന്നത് യാദൃശ്ചികമല്ല. ഗ്രഹങ്ങൾ ഇന്ന് ഒരു സൂചന അയച്ചിരിക്കുകയാണ്. ഒരു മുന്നറിയിപ്പ്, ഒരു ജാഗ്രതയുടെ വിളി. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തുള്ള ഒരാൾ, ഒരു സ്നേഹിതൻ, ഒരു പരിചിതൻ, അല്ലെങ്കിൽ ഒരു ബന്ധം, അതൊരു വഞ്ചനയുടെ രൂപത്തിൽ നിങ്ങളെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഇതൊരു ഭയപ്പെടുത്തൽ അല്ല, ഇത് ആകാശം നൽകുന്ന ഒരു ദൈവിക സംരക്ഷണമാണ്. വൃശ്ചികം രാശിക്ക് ഇന്ന് രാഹുവിന്റെ ദൃഷ്ടി ഒരു പ്രത്യേക കോണിൽ പതിച്ചിരിക്കുകയാണ്. രാഹു എന്നാൽ മിഥ്യ, തോന്നൽ, കബളിപ്പിക്കൽ. ആ ഊർജം ഇന്ന് നിങ്ങളുടെ ചുറ്റും ഒരു അദൃശ്യ വലയം നെയ്തിരിക്കുകയാണ്. ആരെ വിശ്വസിക്കണം, ആരെ ദൂരെ നിർത്തണം എന്ന് ഇന്ന് ഏറ്റവും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കണം. വൃശ്ചികം രാശിക്കാർ സ്വഭാവേന ആഴമേറിയ ചിന്തയുള്ളവരാണ്. എന്നാൽ ഇന്ന് ആ ചിന്തയ്ക്ക് ഒരു മൂർച്ച കൂടുതൽ വേണം. ഒരു കണ്ണ് കൂടുതൽ തുറന്നിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ സൂചന ഒരുപക്ഷേ ഇതിനകം വന്നിട്ടുണ്ടാകും. ഒരു വാക്ക്, ഒരു മൗനം, ഒരു നോട്ടം, ഒരു പ്രവൃത്തി. ആ സൂചന നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഓർക്കൂ. ആ നിമിഷം ഓർക്കൂ. ഗ്രഹങ്ങൾ പറയുന്നു, ആ അനുഭവം ഒരു യാദൃശ്ചികതയല്ല, അത് ഒരു ദൈവിക അടയാളമാണ്. ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ആകാശം, ഈ നക്ഷത്രങ്ങൾ, ഈ ഗ്രഹ ഊർജം, ഇവ ഒക്കെ നിങ്ങൾക്ക് ഒരു കവചം ഒരുക്കുകയാണ്. ഈ വാക്കുകൾ കേൾക്കുക, ഉൾക്കൊള്ളുക, ജാഗ്രത പാലിക്കുക. ഒടുവിൽ വിജയം നിങ്ങൾക്കാണ്. ഈ നിമിഷം നിങ്ങളുടെ ഇഷ്ടദേവരുടെ തിരുനാമം ഒന്ന് മനസ്സിൽ ഓർക്കൂ. ആ ദേവന്റെ അനുഗ്രഹം ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമാണ്. കമന്റ് ബോക്സിൽ ആ ദേവരുടെ പേര് എഴുതൂ. ആ ഒരു പ്രവൃത്തി ഒരു ചെറിയ പ്രാർത്ഥനയാണ്, ഒരു ദൈവിക ആഹ്വാനമാണ്. ആ പ്രാർത്ഥന ഈ ആകാശം ഏറ്റുവാങ്ങും. ഈ വിവരണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ജ്യോതിഷ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കൂ. ഒരു ഷെയർ, ഒരു ലൈക്ക്, അത് ഒരു സേവനമാണ്, ഒരു ദൈവിക കർമ്മമാണ്. നിങ്ങൾക്ക് ജ്യോതിഷഫലം, ജനനകുണ്ടലി വിശകലനം, വിവാഹ പൊരുത്തം ഇവ അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ വിശദ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവ ഇച്ഛ അനുസരിച്ച് നിങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമാകട്ടെ. ഇനി ഗ്രഹ ഊർജത്തെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ ഗുരു ഭഗവാൻ വൃഷഭ രാശിയിലാണ്. ഗുരുവിന്റെ ദൃഷ്ടി വൃശ്ചികം രാശിയിൽ നേരിട്ട് പതിക്കുന്നുണ്ട്. ഗുരുവിന്റെ ഈ ദൃഷ്ടി ഒരു ദൈവിക സംരക്ഷണമാണ്. ഒരു പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു ഘട്ടത്തിലും വൃശ്ചികം രാശിക്കാർ ഒടുവിൽ ജയിക്കുന്നത് ഈ ഗുരു കാരണമാണ്. ഗുരു ജ്ഞാനം നൽകുന്നു, ദിശ നൽകുന്നു, ഒരു ആന്തരിക വെളിച്ചം നൽകുന്നു. ആ വെളിച്ചം ഇന്ന് നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് ആയി വരികയാണ്. ശനി ഭഗവാൻ കുംഭരാശിയിൽ ഇപ്പോഴും ദൃഢമായി നിൽക്കുന്നു. ശനി വൃശ്ചികം രാശിക്ക് ഒരു കഠോരമായ ഗുരുവാണ്. ശനി ചോദ്യം ചെയ്യുന്നു, നിങ്ങൾ ചെയ്ത കർമ്മം ശരിയാണോ? നിങ്ങൾ ഉള്ളിൽ ഉദ്ദേശിക്കുന്നത് ശുദ്ധമാണോ? ഈ ചോദ്യങ്ങൾ ശനി ഭഗവാൻ ഇന്ന് ജീവിതത്തിന്റെ ഓരോ കോണിലും ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഉള്ളവർ ഉയരും. ആ ചോദ്യങ്ങളിൽ നിന്ന് ഒളിക്കുന്നവർ ഒരു ദിവസം ഉത്തരം പറയേണ്ടി വരും. ശനി ക്ഷമയോടെ കാത്തിരിക്കും. ഒടുവിൽ ന്യായം നടക്കും. രാഹുവും കേതുവും ഇന്ന് ഏറ്റവും ശക്തമായ ഒരു ഗ്രഹ അക്ഷം ഉണ്ടാക്കിയിരിക്കുകയാണ്. രാഹു മേടം രാശിയിൽ, കേതു തുലാം രാശിയിൽ. ഈ ഛായാഗ്രഹങ്ങൾ വൃശ്ചികം രാശിക്ക് ഒരു പ്രത്യേക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു ഘട്ടമാണ് ഇത്. ബന്ധങ്ങളിൽ ആഴത്തിലുള്ള ഒരു മാറ്റം, ഒരു ചോദ്യം, ഒരു കർമ്മഭാരം, ഇതൊക്കെ ഈ ഗ്രഹ ഊർജത്തിന്റെ ഭാഗമാണ്. കേതു ഭഗവാൻ നൽകുന്ന ഊർജം ഒരു ആന്തരിക ഉണർവാണ്. ആ ഉണർവ് ഇന്ന് നിങ്ങൾക്ക് ഒരു ആറാം ഇന്ദ്രിയമായി വരുന്നു. ആ ഇന്ദ്രിയം ഇന്ന് ഏതോ ഒരു ദിശയിൽ ഒരു അപകടം കാണുന്നു. ആ ഇന്ദ്രിയ ശബ്ദം കേൾക്കൂ. അതിനെ അവഗണിക്കാതിരിക്കൂ. ഇന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ഈ ആന്തരിക ഉണർവ് തന്നെയാണ്. ഈ ഗ്രഹ ഊർജം ഒരു കർമ്മ പരിണാമ ഘട്ടത്തെ സൂചിപ്പിക്കുന്നു. വൃശ്ചികം രാശിക്കാരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഒരു ആന്തരിക ക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. ഒരു ചോദ്യം ഉള്ളിൽ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം ഈ ഘട്ടത്തിൽ വരും. ഒരുപക്ഷേ ആ ഉത്തരം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ ആകണമെന്നില്ല. ചിലപ്പോൾ സത്യം വേദനിപ്പിക്കും. പക്ഷേ ആ വേദന ഒരു ശുദ്ധീകരണമാണ്. ആ ശുദ്ധീകരണം കഴിഞ്ഞ് നിങ്ങൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കും. ഗ്രഹങ്ങളുടെ ഊർജം ഇന്ന് വൃശ്ചികം രാശിക്ക് ഒരു പ്രത്യേക സന്ദേശം നൽകുകയാണ്. ഗുരു ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൂക്ഷ്മമായ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുകയാണ്. ആ ദൃഷ്ടി സംരക്ഷണത്തിൻ്റേതാണ്, പക്ഷേ അതിനൊപ്പം ഒരു മുന്നറിയിപ്പുമുണ്ട്. ഗുരുവിന്റെ സ്ഥാനം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളിലും സഹകരണങ്ങളിലും ഒരു പരീക്ഷണ ഘട്ടം ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. ആരെ വിശ്വസിക്കണം, ആരെ അകറ്റണം എന്ന് ഗ്രഹനിലകൾ ഇന്ന് ആ ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണർത്തുകയാണ്. ശനി ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ കർമ്മഭാവത്തെ സ്പർശിച്ചുകൊണ്ട് ഒരു ദീർഘകാല ശുദ്ധീകരണ പ്രക്രിയ നടത്തുകയാണ്. ഈ ശുദ്ധീകരണം വേദനാജനകമാണ്. ഇത് നിഷേധിക്കാൻ കഴിയില്ല. ചിലർ നിങ്ങളിൽ നിന്ന് അകന്നുപോകും, ചില അവസരങ്ങൾ കൈവിട്ടുപോകും, ചില സ്വപ്നങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. പക്ഷേ ശനി ഭഗവാൻ ഒരിക്കലും ശിക്ഷിക്കാൻ വരുന്നില്ല. അദ്ദേഹം ശുദ്ധീകരിക്കാൻ വരികയാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത്, നിങ്ങളെ ദ്രോഹിക്കുന്നവരെ, നിങ്ങളുടെ ഊർജം ചോർത്തിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളെ, ഇവയെല്ലാം ശനി സാവധാനം നിങ്ങളിൽ നിന്ന് മാറ്റും. ഈ മാറ്റം ഇന്ന് ആരംഭിക്കുന്നു.
രാഹു ഇപ്പോൾ ഒരു അദൃശ്യ കണ്ണാടി പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിലകൊള്ളുകയാണ്. ആ കണ്ണാടിയിൽ നിങ്ങൾ കാണുന്ന ചിത്രം ചിലപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാക്കും. ആരാണ് ശരിക്കും സുഹൃത്ത്? ആരാണ് ശത്രുവേഷം ഇട്ടുവരുന്നത്? ഈ ചോദ്യങ്ങൾ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ശക്തമായി ഉയരും. രാഹുവിന്റെ ഊർജ്ജം നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്: ഉപരിപ്ലവമായ ആകർഷണങ്ങളിൽ വീഴരുത്. മിനുക്കിയ വാക്കുകൾ കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു നിശബ്ദ ചോദ്യം ഉന്നയിക്കുക. ഈ ആൾ എന്തിനാണ് ഇത്ര മൃദുവായി സംസാരിക്കുന്നത്? ഈ ആൾ എനിക്ക് എന്ത് ആഗ്രഹിക്കുന്നു? കേതു ഇപ്പോൾ നിങ്ങളുടെ ആത്മബോധത്തെ ഉണർത്തുകയാണ്. കേതു ഒരിക്കലും നുണ പറയില്ല. കേതു നിങ്ങളുടെ ആഴത്തിലുള്ള അനുഭവങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ജന്മജന്മാന്തര ഓർമ്മകളിൽ നിന്ന് ഒരു ജ്ഞാനം ഉണർത്തുകയാണ്. ഇന്ന് ഉള്ളിൽ ഒരു ചെറിയ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒരു ചെറിയ ആശങ്ക, ഒരു ചെറിയ ഭയം. അതിനെ അവഗണിക്കരുത്. കേതു നൽകുന്ന ആ ആഭ്യന്തര സൂചന ഇന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷകനാണ്. ഈ ഗ്രഹസ്ഥാനങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒരു കർമ്മ ശൃംഖല ഉണ്ടാക്കുകയാണ്. ഈ ശൃംഖലയുടെ അർത്ഥം ഒന്നേ ഉള്ളൂ: ഇന്ന് ഒരു കർമ്മ തീർക്കൽ ഉണ്ട്. ഭൂതകാലത്തിൽ ആരോ നിങ്ങളോട് ചെയ്ത ദ്രോഹം, ആരോ നിങ്ങൾക്ക് നൽകിയ മുറിവ്, ആരോ നിങ്ങളെ ഉപേക്ഷിച്ചത്, ഈ എല്ലാ കർമ്മകടങ്ങളും ഇന്ന് ഒരു പരിണതിയിലേക്ക് നീങ്ങുകയാണ്. ഭഗവാൻ ഒന്നും മറക്കില്ല, ഒന്നും ക്ഷമിക്കില്ല എന്നല്ല. ഭഗവാൻ ഒന്നും ക്ഷണത്തിൽ മറക്കില്ല. ഓരോ കർമ്മത്തിനും ഫലം ഉണ്ടാകും. ആ ഫലം ഉചിതമായ സമയത്ത് നൽകും. ഇനി ഈ ദിവസം നിങ്ങൾക്ക് ആത്മസംരക്ഷണം ഉറപ്പുവരുത്താൻ ചില ഉപായങ്ങൾ ഉണ്ട്. ഇവ അനുഷ്ഠിക്കുന്നതിലൂടെ ഗ്രഹദോഷം ലഘൂകരിക്കാം, ദൈവകൃപ ഇരട്ടിക്കാം. ഇന്ന് രാവിലെ ഉണർന്നതും ഭൂമിയിൽ കാൽ വെക്കും മുൻപ് ഒരു നിമിഷം കണ്ണടച്ചിരിക്കുക. മനസ്സിൽ ഭഗവതിയെ, ദേവിയെ, ശക്തിദേവതയെ ഒന്ന് ധ്യാനിക്കുക. വൃശ്ചികം രാശിക്ക് ശക്തിദേവത ഒരു അതിശക്തമായ ആരാധ്യദേവതയാണ്. ദേവിയുടെ ഓർമ്മയോടെ ദിവസം ആരംഭിക്കുന്നത് ഒരു അദൃശ്യ കവചം ഇടുന്നതിന് തുല്യമാണ്. ദേവി നിങ്ങളുടെ ചുറ്റും ഒരു വലയം ഇടും. ആ വലയം ഭേദിക്കാൻ ഒരു ശത്രുവിനും ഒരു ദ്രോഹശക്തിക്കും കഴിയില്ല. ഇന്ന് ദക്ഷിണ ദിശ നോക്കി ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇത് ചെറിയ ഒരു ക്രിയ ആണ്, പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരു വലിയ ആത്മിക ശക്തിയുണ്ട്. ദക്ഷിണ ദിശ മൃത്യുദേവന്റെ, യമദേവന്റെ ദിശ ആണ്. ആ ദിശ നോക്കി ജലം അർപ്പിക്കുന്നത് ദ്രോഹ ഊർജ്ജങ്ങളെ ആ ദിശയിൽ നിന്ന് തടയുന്നതിനുള്ള ഒരു ശക്തമായ ഉപായമാണ്. ഇത് ചെയ്യുമ്പോൾ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രം ഉണ്ടാകട്ടെ: ഞാൻ സംരക്ഷിതനാണ്, ഞാൻ ദൈവകൃപയ്ക്ക് അർഹനാണ്. ഇന്ന് ആർക്കും ഒരു രഹസ്യവും പറയരുത്. ഇന്ന് നിങ്ങളുടെ ഭാവി പദ്ധതികൾ, നിങ്ങളുടെ സ്വകാര്യ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ, ഇവ ഒരാൾക്കും ഈ ദിവസം പറഞ്ഞു കൊടുക്കരുത്. ഒരു ചെവി കേൾക്കുന്നിടത്ത് ഒരു നാക്ക് ആ വിവരം ദ്രോഹ ഉദ്ദേശ്യത്തോടെ ഉപയോഗിക്കും. ഗ്രഹനിലകൾ ഇന്ന് ഈ ഒരു ജാഗ്രത ഏറ്റവും അത്യന്താപേക്ഷിതം ആക്കിയിരിക്കുന്നു. ഇന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ നന്ദി പ്രകടിപ്പിക്കുക. ഭഗവത് കൃപ കൊണ്ട് ഈ ഭക്ഷണം ലഭിച്ചു എന്ന ഒരു ചെറിയ ഉള്ളു തൊട്ടുള്ള അനുഭവം. ഈ ഒരൊറ്റ ശീലം കൃതജ്ഞത ഊർജ്ജം ഉണർത്തും. കൃതജ്ഞത ഊർജ്ജം ഒരു വൃശ്ചികം രാശിക്കാർക്ക് ഏറ്റവും ശക്തമായ ദ്രോഹനാശക ഉപകരണം ആണ്. ദ്രോഹവും ഋജ്ജം എന്നും നിഷേധ ഊർജ്ജം തേടുകയാണ്. നിങ്ങൾ കൃതജ്ഞതയിൽ ആഴ്ന്നിരുന്നാൽ ദ്രോഹ ഊർജ്ജത്തിന് നിങ്ങളെ കണ്ടെത്താൻ കഴിയില്ല. ഇന്ന് ഒരു ക്ഷേത്രദർശനം ഉണ്ടാകുന്നത് വളരെ ഉത്തമമാണ്. ഭഗവതി ക്ഷേത്രത്തിൽ ഒരു നിലവിളക്ക് കൊളുത്തുക. ദേവിയോട് ഒരൊറ്റ കാര്യം മാത്രം പ്രാർത്ഥിക്കുക: അമ്മേ, ഇന്ന് ദ്രോഹദൃഷ്ടികളിൽ നിന്ന് എന്നെ കാക്കണേ. ഈ ഒരൊറ്റ പ്രാർത്ഥന ദേവി സ്വീകരിക്കും. ദേവിക്ക് നിങ്ങളുടെ കഥ അറിയാം. ദേവിക്ക് നിങ്ങൾ ഇന്ന് ഏത് വെല്ലുവിളിയിലൂടെ കടന്നുപോകുന്നു എന്ന് അറിയാം. ദേവി കൈ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ കൈ ഒന്ന് മുറുകെ പിടിക്കുക. ഇനി ഈ ദിവസം ജോലി, ബിസിനസ്, സമ്പാദ്യം എന്നീ ക്ഷേത്രങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഇന്ന് ജോലി ചെയ്യുന്ന വൃശ്ചികം രാശിക്കാർക്ക് ഒരു പ്രത്യേക ജാഗ്രത ആവശ്യമാണ്. ഓഫീസിൽ, ജോലിസ്ഥലത്ത് ഒരു ഡോക്യുമെന്റ് ഒപ്പിടുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ശ്രദ്ധാപൂർവം വായിക്കുക. ഗ്രഹനിലകൾ ഇന്ന് ഒരു കാര്യം വ്യക്തമാക്കുന്നു: ഒരു ചെറിയ ശ്രദ്ധക്കുറവ് വലിയ നഷ്ടത്തിന് കാരണമാകും. ആരെങ്കിലും ഒരു കരാർ ഒപ്പിടാൻ ധൃതി കാണിക്കുകയാണ് എങ്കിൽ ആ ധൃതിക്ക് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ഇന്ന് ഒരു തിടുക്ക തീരുമാനം ആവശ്യമില്ല. ഇന്ന് ക്ഷമ, ഇന്ന് ശ്രദ്ധ, ഇന്ന് ജാഗ്രത. ഇവ മൂന്നും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ. ബിസിനസ് ചെയ്യുന്ന വൃശ്ചികം രാശിക്കാർക്ക് ഇന്ന് ഒരു മുന്നറിയിപ്പ് ഉണ്ട്. ഒരു പുതിയ കൂട്ടുകാരൻ, ഒരു പുതിയ ഇൻവെസ്റ്റർ, ഒരു പുതിയ ക്ലയന്റ് ഇന്ന് നിങ്ങളെ സമീപിക്കാം. ആ ആൾ ആകർഷകമായ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കും. ഈ നിമിഷം നിങ്ങൾ ഉള്ളിൽ ഒരു ചോദ്യം ചോദിക്കണം: ഈ ആൾ ഇത്ര ആകർഷകമായ ഓഫർ നൽകുന്നതിന് പിന്നിൽ ഇദ്ദേഹത്തിന് എന്ത് ലാഭമുണ്ട്? ഈ ചോദ്യത്തിന് ഉത്തരം ഇല്ലാതെ ഒരടി മുന്നോട്ട് വെക്കരുത്. ഇന്ന് ആദർശ ലോകത്ത് ജീവിക്കരുത്. ഇന്ന് യാഥാർത്ഥ്യ ബോധത്തോടെ, ഒരു ചൂഴ്ന്ന നോട്ടത്തോടെ തീരുമാനങ്ങൾ എടുക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ന് ഒരു ഒഴുക്ക് ഉണ്ടാകും. ഒരു അനീക്ഷിത ചെലവ് ഉണ്ടാകാം. ഒരു പ്രതീക്ഷിക്കാത്ത ആവശ്യം വരാം. ഇതിൽ ഭയപ്പെടേണ്ടതില്ല. ഇത് കർമ്മഫലമാണ്. ഒരു ഭൂതകാല ദ്രോഹത്തിന്റെ, ഒരു ഭൂതകാല ബാധ്യതയുടെ ഫലം ഇന്ന് ഒഴുകിപ്പോകും. ഇത് ഒഴുകിപ്പോകട്ടെ. ദ്രോഹ ഊർജ്ജം ഒഴുകിപ്പോകുമ്പോൾ ദൈവ ഊർജ്ജം കടന്നുവരും. ഇന്ന് നഷ്ടം ആണ് ഭാവി ലാഭത്തിന്റെ വഴി. ഈ ദർശനം ഉള്ളിൽ ഉണ്ടാകട്ടെ.
ഇനി അടുത്ത 7 ദിവസം ജോലി, ബിസിനസ്, സാമ്പത്തികം ഈ 3 ക്ഷേത്രങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാകും. 7 ദിവസത്തിനുള്ളിൽ ഒരു കാര്യം തെളിഞ്ഞു വരും. ആരാണ് ശരിക്കും നിങ്ങൾക്കൊപ്പം? ആ ഉത്തരം ലഭിക്കുന്ന ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകും. ആ വഴിത്തിരിവ് ദൈവകൃപ കൊണ്ടുള്ളതാണ്. ഭയക്കേണ്ടതില്ല. ഇനി പ്രണയം, വിവാഹം, ബന്ധങ്ങൾ, കുടുംബജീവിതം ഈ ക്ഷേത്രങ്ങളിലേക്ക് കടക്കാം. ഇന്ന് വൃശ്ചികം രാശിക്ക് ഏറ്റവും ഭഞ്ജനം ഉണ്ടാകാൻ സാധ്യത ഉള്ള ക്ഷേത്രം ബന്ധങ്ങളുടേതാണ്. ഒരു അടുത്ത ബന്ധം ഇന്ന് ഒരു ആഘാതം നൽകിയേക്കാം. ഈ ആഘാതം ഒരു ഒറ്റ വാക്കിൽ, ഒരൊറ്റ നോക്കിൽ, ഒരൊറ്റ ഉദ്ദേശ്യത്തിൽ ഉള്ള ഒരു ചെറിയ ക്രിയയിൽ ഒളിഞ്ഞിരിക്കും. ഒരു പ്രണയബന്ധത്തിൽ ഇരിക്കുന്ന വൃശ്ചികം രാശിക്കാർക്ക് ഇന്ന് ഒരു ചോദ്യം ഉദ്ഭവിക്കും. ഈ ആൾ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ ചോദ്യം ഉള്ളിൽ ഉദിച്ചാൽ അതിനെ തള്ളി മാറ്റരുത്. ആ ചോദ്യം ഒരു ഉൾവെളിച്ചമാണ്. ഉൾവെളിച്ചം ഒരിക്കലും കളവ് പറയില്ല. വിവാഹ ജീവിതത്തിൽ ഇരിക്കുന്ന വൃശ്ചികം രാശിക്കാർക്ക് ഇന്ന് ഒരു ചെറിയ ഘർഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഘർഷണം ഒരു ആഴത്തിൽ ഉള്ള ആശയവ്യത്യാസത്തിൽ നിന്ന് ഉണ്ടാകും. ജീവിത പങ്കാളി ഒരു കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ ഉള്ളിൽ ഒരു വ്യഥ ഉണ്ടാകും. ആ വ്യഥ തൽക്ഷണം പ്രകടിപ്പിക്കരുത്. ഒന്ന് ആഴ്ന്ന് ശ്വസിക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. ആ ആൾ ഉദ്ദേശ്യപൂർവം ചെയ്യുന്നതാണോ അതോ ഒരു ആശ്ചര്യകർമ്മം ആണോ? ഈ ചോദ്യം ഉള്ളിൽ ഉണ്ടായാൽ ഘർഷണം ഒഴിഞ്ഞു പോകും. ഒറ്റയ്ക്കിരിക്കുന്ന വൃശ്ചികം രാശിക്കാർക്ക് ഇന്ന് ഒരു ആൾ ഒരു ആകർഷണ ഊർജവുമായി കടന്നുവരാം. ഈ ആൾ ആദ്യ കാഴ്ചയിൽ തികഞ്ഞ ആളായി തോന്നും. ഈ ആൾ ശരിയായ വാക്കുകൾ, ശരിയായ ചേഷ്ടകൾ, ശരിയായ ഭാവം ഇവ എല്ലാം കൃത്യതയോടെ കാണിക്കും. ഇതെല്ലാം ആകർഷകമാണ്. ഇതെല്ലാം സ്വാഭാവികം ആണെങ്കിൽ ദൈവ അനുഗ്രഹം. ഇതെല്ലാം ഒരു വേഷം ആണ് എങ്കിൽ ഇന്ന് ഗ്രഹജ്ഞാനം നിങ്ങളെ കാക്കും. ആ ജ്ഞാനം ഉള്ളിൽ ഉള്ള ആ ചെറിയ ചോദ്യമാണ്. ആ ചോദ്യത്തെ ബഹുമാനിക്കുക. കുടുംബ ബന്ധങ്ങളിൽ ഇന്ന് ഒരു ഒളിഞ്ഞ കണ്ണ് ആവശ്യമാണ്. ഒരു കുടുംബാംഗം ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്നുണ്ടോ? ഒരു ചെറിയ ഒഴിഞ്ഞു മാറൽ, ഒരു ചെറിയ ഉത്തരം ഒഴിക്കൽ, ഇതൊന്നും ഇന്ന് ഭഞ്ജനത്തിലേക്ക് കൊണ്ടുപോകരുത്. ഇന്ന് ചോദ്യം ഉന്നയിക്കരുത്. ഇന്ന് ശ്രദ്ധിക്കുക, ഇന്ന് നോക്കുക, ഇന്ന് ഓർക്കുക. ഉത്തരം കിട്ടാനുള്ള ശരിയായ ദിവസം ദൈവം നൽകും. ആരോഗ്യകാര്യങ്ങളിൽ ഇപ്പോൾ വൃശ്ചികം രാശിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടമാണ് ഇത്. ശരീരം നൽകുന്ന സൂചനകൾ അവഗണിക്കരുത്. ചെറിയ ക്ഷീണം, തലവേദന, ഉറക്കക്കുറവ് ഇവയൊക്കെ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ശരീരം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ആ ശബ്ദം കേൾക്കണം. ഇത് അവഗണിച്ചാൽ പിന്നീട് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജലം ധാരാളം കുടിക്കുക. ഭക്ഷണക്രമം ശ്രദ്ധിക്കുക. ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകാം. അതിനാൽ അമിതമായ എരിവും പുളിയും ഒഴിവാക്കുക. മാനസിക സ്വസ്ഥതയ്ക്കായി ദിവസവും അല്പസമയം ഏകാന്തതയിൽ ഇരിക്കുക. ധ്യാനം അല്ലെങ്കിൽ പ്രാർത്ഥന ഏതെങ്കിലും ഒന്ന് ദിനചര്യയിൽ ഉൾപ്പെടുത്തണം. മനസ്സ് ശാന്തമാകുമ്പോഴാണ് ചുറ്റുപാടുള്ള കബളിപ്പിക്കലുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുക. ഇത് ആത്മീയ ഉണർവിന്റെ കൂടി ഒരു ഘട്ടമാണ്. ഈ ഊർജം ശരിക്കു ഉപയോഗിച്ചാൽ ശത്രുക്കൾ ഉദ്ദേശിക്കുന്നതൊന്നും നടക്കില്ല. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു ഇരട്ടി ശ്രദ്ധ ആവശ്യമാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം. ഒരു വിഷയത്തിൽ ഒരു ഗുരു അല്ലെങ്കിൽ സഹപാഠി തെറ്റായ ദിശ കാണിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ ഉണ്ടാകാം. ആ നിർദ്ദേശങ്ങൾ അന്ധമായി അനുസരിക്കരുത്. സ്വന്തം ബുദ്ധിയും വിവേകവും ഉപയോഗിക്കുക. ഒരു കാര്യം ഉറപ്പ്, ഈ ഘട്ടം കടന്നുപോയാൽ വൃശ്ചികം രാശിക്കാർക്ക് പഠനത്തിൽ ഒരു നല്ല കാലം വരാൻ പോകുന്നു. ക്ഷമ കൈവിടരുത്. യാത്രാകാര്യങ്ങളിൽ ഇപ്പോൾ ഒരൽപ്പം ജാഗ്രത ആവശ്യമാണ്. ദൂരയാത്രകൾ, വിശേഷിച്ച് ആരുടെയെങ്കിലും ക്ഷണം സ്വീകരിച്ചുള്ള യാത്രകൾ ഇപ്പോൾ വളരെ ശ്രദ്ധയോടെ ആലോചിക്കണം. ആ ക്ഷണം ആർ നൽകുന്നു, എന്തിനു നൽകുന്നു, ഇതൊക്കെ ആഴത്തിൽ ആലോചിക്കുക. വിദേശ ബന്ധമുള്ളവർക്ക് ഒരു സൂചന. ദൂരത്തുള്ള ഒരു ബന്ധം ഈ ഘട്ടത്തിൽ നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. ദൂരം ഒരു കാരണമായി ഉപയോഗിച്ച് വിശ്വാസം ആർജിക്കുന്ന ആളുകളെ ഇപ്പോൾ സൂക്ഷിക്കണം. പക്ഷേ ഒരു കാര്യം ഇവിടെ തീർച്ചയായും പറയേണ്ടതുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരു പ്രതീക്ഷിക്കാത്ത നേട്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈവം ഒരു വഴി അടയ്ക്കുമ്പോൾ മറ്റൊരു വഴി തുറക്കും. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്ന വൃശ്ചികം രാശിക്കാർക്ക് ആ ബുദ്ധിമുട്ടിന്റെ പിറകിൽ ഒരു ഒളിഞ്ഞ അനുഗ്രഹം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് ഉടൻ വെളിച്ചത്തിൽ വരും. ഇനി ഈ ജന്മത്തിലെ ഏറ്റവും ശക്തമായ ഒരു ജ്യോതിഷ നിമിഷത്തിലേക്ക് വരാം. വൃശ്ചികം രാശിക്കാർക്ക് ഇത് ഒരു അത്ഭുതകരമായ ദൈവനിശ്ചയത്തിന്റെ ആരംഭഘട്ടമാണ്. ഈ ഭൂമിയിൽ ഓരോ ആത്മാവും ഒരു ദൗത്യവുമായി വന്നതാണ്. ആ ദൗത്യം നിറവേറ്റുന്നതിനു മുൻപ് ഒരു വലിയ പരീക്ഷ വരും. ആ പരീക്ഷയുടെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ വഞ്ചനയും ആശങ്കയും. ജ്യോതിഷശാസ്ത്രം ഒരു കാര്യം വ്യക്തമായി പറയുന്നു. വൃശ്ചികം രാശി ഒരിക്കലും ദുർബലമാകില്ല. ഈ രാശി ജ്വലിക്കുക എന്നത് ചാരത്തിൽ നിന്ന് ഉയരുന്ന ഫീനിക്സ് പക്ഷിയെ പോലെയാണ്. ഇപ്പോൾ ചാരം ആകുന്ന അവസ്ഥ ഉണ്ടെന്ന് തോന്നിയാൽ ഓർക്കുക, ഉദ്ധാരണം ദൂരെയല്ല. ഗ്രഹനിലകൾ ഒരുമ്പെടുമ്പോൾ ഈ ഘട്ടം ദ്രുതഗതിയിൽ മറിഞ്ഞു വീഴും. ആ വഴിത്തിരിവ് ഇപ്പോൾ ദൃശ്യമാകുന്നതേ ഉള്ളൂ. ശനിയും ഗുരുവും ഈ ഘട്ടത്തിൽ ഒരു ഗൂഢസഖ്യം പോലെ പ്രവർത്തിക്കുന്നു. ഒന്ന് ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരുന്നു, മറ്റൊന്ന് ആ ബുദ്ധിമുട്ടുകൾ വഴി ഒരു ഉയർച്ചയ്ക്ക് തയ്യാറാക്കുന്നു. ഇത് ഒരു ദൈവിക ക്രമീകരണമാണ്. ഒരു ജന്മത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഊർജ്ജ നിമിഷം.
ഈ നിമിഷം ശരിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞ വൃശ്ചികം രാശിക്കാർ അടുത്ത 7 വർഷക്കാലം ഒരു പ്രത്യേക ദൈവകൃപയ്ക്ക് അർഹരായിത്തീരും. ഇത് ഒരു അതിശയോക്തിയല്ല, ഇത് ഗ്രഹഗതിയുടെ ഒരു ശാശ്വത സത്യമാണ്. ഈ ഘട്ടത്തിൽ ഏറ്റവും ഫലപ്രദമായ ഒരു ആത്മീയ മാർഗം ഓരോ ദിവസവും ഉണരുമ്പോൾ ഒരു ചെറിയ നന്ദി പ്രകടിപ്പിക്കുക. ദൈവത്തോട്, ജീവിതത്തോട്, ഈ ദിവസം നൽകിയ ശ്വാസത്തിനോട്. ആ നന്ദി ഒരു ആത്മീയ കവചം ആകും. ഒരു ശത്രുവിനും ആ കവചം ഭേദിക്കാൻ കഴിയില്ല. ഒരു വഞ്ചകനും ആ ഊർജ്ജം കടന്ന് നിങ്ങളെ ബാധിക്കാൻ കഴിയില്ല. ഇനിയുള്ള ദിവസങ്ങൾ 7 ദിവസം, 14 ദിവസം, ഒരു മാസം, ഓരോ ഘട്ടവും ഒരു പുതിയ ഉദ്ഘാടനം ആകും. 7 ദിവസത്തിനുള്ളിൽ ഒരു സൂചന ലഭിക്കും. ആരാണ് ശത്രു, ആരാണ് ഉറ്റച്ചാൻ ങ്ങാതി എന്ന് തിരിച്ചറിയാൻ കഴിയും. ആ തിരിച്ചറിവ് ഒരു വലിയ ഭാരം ഇറക്കിവയ്ക്കും. 14 ദിവസത്തിനുള്ളിൽ ഒരു ബന്ധം ശക്തിപ്പെടും. ഒന്നുകിൽ ഒരു കുടുംബ ബന്ധം, അല്ലെങ്കിൽ ഒരു തൊഴിൽ ബന്ധം. ഒരു മാസത്തിനുള്ളിൽ ഒരു സ്വപ്നം, ഒരു ദീർഘകാല ആഗ്രഹം നിറവേറ്റപ്പെടാൻ തുടങ്ങും. ഈ കാര്യങ്ങൾ ദൈവം നിശ്ചയിച്ചതാണ്. ഗ്രഹഗതി അതിന്റെ സാക്ഷ്യം നൽകുന്നു. വൃശ്ചികം രാശിക്കാർ ഈ ഘട്ടത്തിൽ ഒരു കാര്യം മാത്രം ഓർക്കണം: ഭയം കൊള്ളരുത്. ഭയമാണ് ശത്രുവിന്റെ ഏറ്റവും വലിയ ആയുധം. നിങ്ങൾ ഭയപ്പെടുമ്പോൾ അവർ ശക്തരാകുന്നു. നിങ്ങൾ ധൈര്യം കൊള്ളുമ്പോൾ അവർ ദുർബലരാകുന്നു. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട്. ആ ഒരു ബോധ്യം, ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഏത് കൊടുങ്കാറ്റിനെയും നേരിടാൻ ശക്തി നൽകും. ഇന്ന് ഒരു വഞ്ചന അടുത്തുണ്ടെന്ന് അറിഞ്ഞ ഈ ഒരു നിമിഷം, ഇത് ഒരു ദൈവദത്തമായ അറിവാണ്. ഈ അറിവ് ഉപയോഗിക്കൂ, ജ്ഞാനത്തോടെ ജീവിക്കൂ, ദൈവകൃപ ഉൾക്കൊള്ളൂ. വൃശ്ചികം രാശിക്കാർ, ഈ ഭൂമിയിൽ ഏറ്റവും ശക്തമായ ആത്മാക്കൾ നിങ്ങളാണ്. കാരണം ഏറ്റവും ആഴത്തിലുള്ള ഇരുട്ടിനെയും ഏറ്റവും ഉജ്ജ്വലമായ വെളിച്ചമാക്കി മാറ്റാനുള്ള കഴിവ് ഈ രാശിക്ക് മാത്രമുണ്ട്. ഇപ്പോൾ ഇരുട്ടാണ്, പക്ഷേ ആ ഇരുട്ടിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു. ആ വെളിച്ചം ഉദിക്കാൻ ഇനി അധികം സമയം ഇല്ല. ക്ഷമിക്കൂ, ജ്ഞാനത്തോടെ ഇരിക്കൂ. ദൈവം ചെയ്യുന്നതെന്തും നല്ലതിനാണ് എന്ന വിശ്വാസം കൈവിടരുത്. ഈ ആത്മീയ സ്നേഹം, ഈ ജ്യോതിഷ വെളിച്ചം, ഇത് നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും പകർന്നു നൽകൂ. ഒരു ഉറ്റ ചങ്ങാതിക്ക്, ഒരു കുടുംബാംഗത്തിന്, ഒരു പ്രിയ ബന്ധുവിന് ഈ സന്ദേശം എത്തിക്കൂ. കാരണം ഈ അറിവ് ആരെങ്കിലും അറിഞ്ഞാൽ ഒരു ദ്രോഹം ഒഴിഞ്ഞു പോകാം, ഒരു ജീവിതം രക്ഷപ്പെടാം. ദൈവം നിങ്ങളെ കാക്കട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് ഒരു ആത്മീയ കവചമാകട്ടെ. ഇനിയും ഇങ്ങനെ ഒത്തിരി നക്ഷത്ര സന്ദേശങ്ങൾ ഇവിടെ വരും. ആ ദൈവ വെളിച്ചം ഏൽക്കാൻ